ടോർച്ച് വെച്ചിട്ടൊക്കെ നടന്നത്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव। आई एम आरती। तो दोस्तों, आज हम देखने वाले हैं पदक कलम फिल्म को, जो कि 2025 में रिलीज़ हुई है। इस फिल्म में लीड रोल में हैं सूरज वेंजरामोदू, शरफुद्दीन एंड संदीप प्रदीप। और दोस्तों, इस फिल्म को डायरेक्ट किया है मनु स्वराज ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं। लेकिन देखने से पहले आपको याद दिला दूं, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले लेट्स वॉच പദക് കലം. തന്ത്രവും മായാജാലവും സാധാരണമായിരുന്നൊരു കാലത്ത് വിജയനഗര വാണിരുന്ന ആദിത്യ മഹാരാജാവ് തന്റെ വിനോദ ലോകത്തെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു ശക്തിയാണ് തന്റെ പക്കലുള്ളത് എന്ന് തിരിച്ചറിയുന്ന രാജാവ് അതിന്റെ സാന്നിധ്യം ഒരു രഹസ്യമായി സൂക്ഷിക്കാൻ കീഴ്പ്പെടുത്തുന്ന ടിപ്പു താൻ തേടി വന്നത് സ്വന്തമാക്കുന്നു. ലോകം കീഴടക്കാനായി പുറപ്പെട്ട ടിപ്പു തന്റെ പടയോട്ടത്തിൽ മഹാമന്ത്രവാദിയായ കരിങ്കുട്ടിയുടെ സഹായത്തോടെ രാജാവ് ടിപ്പുവിനെ തോൽപ്പിക്കുന്നു. ടിപ്പുവിന്റെ പക്കലുണ്ടായിരുന്ന ആ രാജാവ് യുദ്ധം ജയിച്ച സ്ഥലത്ത് അതിനെ മറവ് ചെയ്ത് യഥാസ്ഥാനം താളിയോലകളിൽ രേഖപ്പെടുത്തി രഹസ്യമായി വെക്കുന്നു. എന്നാൽ പല തലമുറകൾക്കിപ്പുറം കെട്ടുകഥയിലെ ചരിത്രം മനസ്സിലാക്കിയ ഒരാൾ അതിന്റെ സത്യം തേടി നൂറ്റാണ്ട് कोई है ये, इसने उसे ढूंढा, अब उसे निकाल रहा है। अंधेरा है बहुत वहाँ। उस पे कुछ लिखा भी नहीं डिस्क्रिप्शन में। अच्छा, फ्राइडे फिल्म हाउस प्रेजेंट। ചേട്ടാ, ചിത്തിര തിരുനാളല്ല, കാർത്തിക തിരുനാൾ കോളേജ്. അധികം പഠിപ്പിക്കല്ലേ. എടാ, ഒരു ടൈം മെഷീൻ കിട്ടും. എന്തിനായിരുന്നു? ഒരു ടീഷർട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്തേ. ഒരു ദിവസം മുന്നേ ഓർഡർ ചെയ്തായിരുന്നെങ്കിൽ മറ്റു പറയല്ലേ. എടാ, മറ്റേ സൂപ്പർമാൻ വിളിച്ച് ഭൂമി തിരിച്ചു ചേർക്കുക, അങ്ങനെ ടൈം ട്രാവൽ ക്ലാസ് ഒന്നും ഇല്ല ചേട്ടാ. ഇത് ഫസ്റ്റ് ഓവർ കൊടുക്കാനുള്ളതാണ്. നിങ്ങൾ ഫസ്റ്റ് ഓവർ കഴിഞ്ഞിട്ടല്ലേ സ്ട്രൈക്ക് വിളിക്കൂ. जैसे को सर मारे അപ്പൊ തിരിച്ചു വന്നതിന്റെ ഒരു ഗിഫ്റ്റ്. लड़की के लिए ऐसे शर्मा रहा था। തുടരല്ല, അത് സൈക്കിൾ ചാനാണ്. അത് അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അവള് ഭയങ്കര സുന്ദരിയായിരുന്നു. ഇപ്പോഴും സുന്ദരിയാണ്. അതല്ല, ഞാനടിച്ച് എന്റെ സൈക്കിൾ അടിച്ച്. അപ്പം അത് കഴിഞ്ഞിട്ട് अच्छा, ये वो लड़की शायद यही है। ഇതൊന്നും കാണാനും കൂടെ ഉള്ള ത്രാണി എനിക്കില്ല. അപ്പൊ ക്രീം ബണ്ണോ? ചേട്ടാ, ക്രീം ബൺ പൊതിഞ്ഞെടുത്തോ. उसके लिए गिफ्ट कुछ नहीं हो रही। ये भी उदास हो गया। ഡെയിലി കണ്ടല്ലോടാ. എങ്ങനെയുണ്ട്? ശക്തിമാൻ നിർത്തിയടാ, പുള്ളി പോയി. വയസ്സായ പുള്ളി. ചെയ്താ പോരെ. ശക്തിമാനും ഇന്നർ മുരളി. അല്ല, ഈ സമരമേ കോളേജിലെ 4-5 ഊള പിള്ളേർ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ശക്തിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ ഇന്ത്യ. डॉग चैन ഇല്ല, പക്ഷെ ആവും. ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? നീ ആദ്യം സംസാരിച്ചിരുന്നത് നീയല്ലേ? ഇപ്പൊ എന്താ ഇങ്ങനെ? ये तो नहीं इसका नया बॉयफ्रेंड। ഞങ്ങളൊന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചോട്ടെ പ്ലീസ്. നിന്റെ കാമുകിയോട് തനിച്ച് സംസാരിക്കാൻ എന്നെ പെർമിഷൻ ആണോ? ओ എടി, എന്താ നടക്കുന്ന ഇവിടെ? എടാ, നിന്നെ കാണാതിരിക്കാനുള്ള 10 ദിവസം നിന്നെ കാണാതിരുന്നിട്ടും ഒന്നും തോന്നാത്തത്. That means there's something wrong. എടാ, ഉള്ളത് പറയാലോ.
കാരണം ഇപ്പൊ നീ ആവാൻ സാധ്യതയുണ്ട്. ഞാനാ? ആ നീ തന്നെ. എടാ ഒന്നുമല്ല, നീ നോക്ക്, അവളിരിക്കുന്ന അവിടെയും ഞാൻ ഇരിക്കുന്ന ഇവിടെയും. ഈ ഡിസ്റ്റൻസ് ആണ് പ്രശ്നം. എടാ നോക്കി, നീ ഇപ്പൊ ഉടനെ ജർമ്മനിക്ക് പോയില്ലേ? അതിനിടയ്ക്ക് എന്തിനാണ് ജീവിക്കായിട്ട് ഈ ഇല്ലാത്ത കോംപ്ലിക്കേഷൻസ് ഒക്കെ? നീ ഒരു പേപ്പർ എടുക്കുക, അതിൽ നീ അവളെ പറ്റി തോന്നുന്ന എല്ലാം എഴുതി, തെറിയാണെങ്കിൽ അതും എഴുതിക്കും. നിന്റെ വിഷമം എല്ലാം എഴുതി തീർന്നു മനസ്സിലാകുമ്പോ നീ कैसे कैसे आए? वापस आ गई तो अच्छा, अलग अलग बैठते हो एक ही क्लास में. कहने वाली डिस्टेंस की वजह है. ഒരു പേപ്പർ തരാമോ? सेम वैसे लिख भी रहा है उसके बारे में. क्योंकि पढ़ना लो उसे. സാറന്മാരെ ബഹുമാനിക്കാൻ അറിയാത്തവന്മാർ. कैसे बच्चे हैं? ആരാടാ എറിഞ്ഞ? ഇതാരാ ചുരുട്ടി എറിഞ്ഞെന്ന്? നിന്റെ आपस में लगे हैं डिस्कशन करने पे. കളിയാക്കുന്നാടാ നീയൊക്കെ. എന്തുവാടാ ഇത്? अरे അല്ല സാർ, അത് എന്തല്ലാന്ന്? ആരാടാ കമന്റ് അടിച്ചത്? कहीं वो पढ़ना ले हैं ഏ? जो उसने लिखा है. ദോ, ഞാനിത് വായിച്ചിട്ട് ഒരു മിനിമം മര്യാദ കാണിക്കടോ. സാറേ വെറുതെ അലമ്പാക്കരുത്. ഡോ, തനിക്ക് എന്തെങ്കിലും ഇവിടെ സംസാരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് എന്റെ പെർമിഷൻ ആണ്. अपनी नेतागिरी दिखाने लग गया. മനുഷ്യന്മാരെ പോലെ സംസാരിക്കടോ. സാറേ വീട്ടിൽ പെണ്ണുമ്പിള്ളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ഇവിടെ പിള്ളേരുടെ നെഞ്ചത്തോട് തീർക്കരുത്. വീട്ടുകാരെ എന്താ പ്രശ്നം? സമരം വിളിക്കാൻ വന്നാണ് സാറേ ഇയാള് വെറുതെ. പറഞ്ഞാലേ ഇതിന്റെ അപ്പുറം കാണിക്കും. സാറേ പിള്ളേരായ പ്രതികരിക്കും, തെറ്റ് കണ്ട പ്രതികരിച്ചോട്ടെ, അത് പുറത്തിറങ്ങിയാൽ ചെയ്യട്ടെ. तो कैसे मारा उसने उसको? ുള്ളത് അതുകൊണ്ട് മറ്റാരേക്കാളും നിങ്ങൾ ഈ സമരത്തിൽ സഹകരിക്കണം, ക്ലാസ് ബഹിഷ്കരിക്കണം. पेपर तो उसके हाथ में ही है, वो कैसे निकालेगा? वो तो लेके चले गया. उसके दोस्त बोलते रहा था मौका छीन ले. എന്തു പറ്റി സാറേ മൂക്കില്? രഞ്ജിത്ത് സാറേ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. സാറിനല്ലെങ്കിലും പിള്ളേരോട് ഒരല്പം ചായവ് കൂടുതലല്ല. അത്ര HOD മാറ്റാനാണ് പിള്ളേർ ഈ മുറവിളി കൂട്ടുന്നത്. അതിന് ചിലരൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്തായാലും എടാ സാറ് സാർ ഇയാൾ ഇതിനകത്ത് നിന്ന് സ്ഥാനമാറ്റം ചെയ്യാതെ ഒരു രീതിയിൽ ഞങ്ങൾ സഹകരിക്കാൻ പോകുന്നില്ല. ഇയാളെ സർട്ടിഫിക്കറ്റ് വ്യാജാണെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ? സാർ सर्टिफिकेट ही नकली है. ചെയ്യണം. ഡിസ്മിസ് ചെയ്യാനോ? അതെ സാറേ, ഈ വിഷയം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. സാർ നിങ്ങളുടെ കാര്യം കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങൾ സംസാരിച്ച്. സാറേ തോന്നിയ പോലെ ഒരാളെ കൊണ്ടൊന്നും ഇവിടെ നിയമിക്കാനൊന്നും പറ്റില്ല. അതിന് അർഹിച്ച ഒരാൾ തന്നെ വേണം. അതെ, ആരെ നിയമിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. സാർ അത് പറ്റില്ല സാറേ, നീ വിളിക്കടാ. KTR on strike. അത് ഷായ് സാറാണ്. കൺഗ്രാറ്റ് ഷായ് സാർ. ഓക്കെ, ഹാപ്പി? इसे समझ नहीं आ रहा इसने मुझे कैसे कैसे वही तो उसने ऐसे करा क्यों? ये वैसे बनता ना सबके साथ हैं? क्या कर रहे हैं? ओह ये तो वही है ना. अच्छा वही चीज है वो. हाँ वही चीज से अच्छा इसके पास है वो. हाँ ये तो वो है ना पास से. इसने शायद वाला पेपर निकाला जिसमें उसका ब्लड था ना. और फिर शायद वो उस पे हो सकता है जादू टोना कुछ करेगा.
पर इसने तो सब देख लिया। ओह, उसकी बॉडी को कंट्रोल कर दिया उसने। जैसा वो कर रहा है वैसे ही उसने उसको कंट्रोल में ला दिया। ओह, वहाँ पे उसने कैसे बोला इन्हीं को बनना चाहिए। अभी अंदर आके ये बहुत सब थप्पड़े मार दिए। मैं बहुत सपोर्ट कर रहा था कि इसी को बनना चाहिए छोटी। इसीलिए उसने वहाँ पे वो ड्रामा किया। हाँ, अभी अंदर आया अब ऑटोमेटिकली वो हट जाएगा एचओडी के उससे। गेम प्लान। पर इसके पास वो चीज तो आ गई जिससे मतलब वो कुछ भी कर सकता है, पर इसने देख लिया। पदकलम, द बैटलफील्ड, प्रोड्यूसर्स विजय बाबू, विजय डायरेक्टर मनु स्वराज। ടൈമിംഗ് തെറ്റണ്ട, ടൈമിംഗ് തെറ്റണ്ട, ഞാൻ പറഞ്ഞേ ടൈമിംഗ്. अच्छा, इसी ने देखा था ना इस लड़के ने। इसी ने देखा था। ആ എടാ അല്ലടാ രഞ്ജിത്ത് സാറാടാ, പുള്ളിക്ക് എന്താ കൂടോത്രം വശമുണ്ട് കേട്ടാ. കൂടോത്രോ ब्लैक मैजिक है तो ब्लैक मैजिक है ना एक टाइप का। ब्लैक मैजिक ही था। അല്ല പ്രേമനരേശം ബ്രേക്കപ്പ് ആയപ്പോ പിന്നെ പുള്ളി അപ്പൊ എച്ച് എന്റെ സന്തോഷത്തിൽ ഷായ് സാറിന് ചുമ്മാ അങ്ങ് വട്ടിളക്കി അല്ലേ. ശരി സാറ് എങ്ങനെയോ ഷായ് സാറിന്റെ ബോഡി കൺട്രോൾ ചെയ്തു. ആ അടിപൊളി. എടാ ഇതിന് എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ജുമാൻജി. എടാ, ഇവനീ പറഞ്ഞാലും നമ്മളങ്ങനെ തള്ളിക്കളയണം. എനിക്ക് ഈ രഞ്ജിത്താറിനെ നേരെ നിഗൂഢ ദുരൂഹ അതിലല്ലേ, അതും ആ സമയത്ത് ഭയങ്കര കേസൊക്കെ ആയിട്ട് പെട്ടെന്ന് അങ്ങ് തേഞ്ഞു വന്നു പോയി. എന്താ കാര്യം? അയ്യോ, അപ്പൊ ഇതില് സമയങ്ങളെ गुड पॉइंट। ഷായ് സാറ് अरे बोल भी कैसे मैं छोटी, मेरे को मत निकालो। उससे शायद कॉलेज से निकाल दिया। എന്തെങ്കിലും സത്യം ഉണ്ടോന്നൊന്ന് അന്വേഷിച്ചു നോക്കാം. सब उसे पागल समझ रहे हैं। और ये बड़ा हीरो बन के घूम रहा है। यही तो नहीं है इसका विलन? शायद यही होगा। इसको देखो ना कैसे चल रहा है। മലയാളത്തിൽ പറയണോ കുരിപ്പേ? നികുണ്ടതയില്ലേ ആ സാധനം കൂടതാ सबके साथ से बना के रखता है ना, എന്നാൽ खासकर स्टूडेंट के साथ। स्टूडेंट के साथ। हाँ, नहीं पर ये सब जो कि करता है इससे भी जो भी वजह होगी, जिस तरह से स्टूडेंट के साथ बना के रखता हो उतना वो अपने साथ के कलीग टीचर के साथ भी नहीं बना के रखता। കണ്ണുള്ളി Illuminati। ये लोग उसमें नजर रखे हुए हैं। അവിടെ സ്വന്തം പട്ടീനെ അവരെ പട്ടണക്ക് ഇടുവാട്ടാ. ബ്രാൻഡ് എങ്ങനെ? सही बात है, अभी तो ब्रीड को ब्रांड हो रहा है। ക്ലാസ്സിൽ വെച്ച് ചോദിക്കുന്നത് ഹായ് ഇവൻ പറഞ്ഞ ശരിയാണേ ഉണ്ടല്ലോ, ഒരു ഷോർട്ട് ആണ് എടുത്ത് ഇങ്ങനെ वो ऐसे क्यों कर रहा था? उसने इनकी बातें सुनी तो नहीं? एक्टिंग कर रहा था शायद। പിന്നെ ഇവൻ പറഞ്ഞ പോലെ കൂടോത്രത്തിനും മന്ത്രവാദത്തിനൊന്നും ഒരു തെളിവില്ല. ഞാൻ വിശ്വസിക്കില്ല കേട്ടോ തോന്നുന്നു. പക്ഷെ അതല്ല, क्या कहा रही है? നിങ്ങൾ ആരെങ്കിലും അയാളെ ओह, ഉരുളണ കണ്ടോ നീ, ഇത് ഒരു ആരംഭം താൻ, ഇനി കളിമാ പ്രിയവനുടെ കയ്യിൽ പന്തെന്നുടെ കോട്ടിൽ, നിൻ സ്വർഗവും നരകവും ഭൂമിയിലാണ് ഇനി എൻ. എടാ അയാളുടെ മോട്ടീവ് ഇപ്പഴാ കറക്റ്റ് ആയത്. ക്വാളിഫിക്കേഷൻ വെച്ച് ഷാൽ സാറ് പോയ അടുത്ത എച്ചോടി രഞ്ജിത്ത് സാർ എന്നാ ഞങ്ങൾക്കറിയാം. നല്ല अच्छा से बनाई ना। हाँ वही तो, जब उसके पास उतनी पावर है तो वो वहाँ क्यों रह रहा है? ബിഗിനിങ് സ്റ്റേജ് ആണെങ്കിലോ ഏത് എടാ ഞാൻ നിങ്ങളോടൊക്കെ ഒരു 1000 തവണ പറഞ്ഞിട്ടുണ്ട് ആ ബാഗ് ശ്രദ്ധിക്കാൻ. ആ ഓജോ ബോർഡ് പോലത്തെ हाँ, वो हमेशा अपने पास ही रखते हैं उसको। हाँ पढ़ा भी रहा तब भी। हाँ, उसको नीचे नहीं रखता बिल्कुल, खाते समय में।
अपना बैग अभी അതിവിദഗ്ധമായിട്ട് छोड़ता ही नहीं कहीं പോയി എടുത്തോ. മാറ എന്താണ് പെണ്ണുങ്ങളോട് നിന്നാണോ ഫോട്ടോ എടുക്കുന്നത്? പെണ്ണുങ്ങളോട് നിന്നാണോ ഫോട്ടോ എടുക്കുന്നത്? മെക്കാണല്ലേ? लड़ने लगे थे इसी बात पे। ആട്ടിക്കടാനായിട്ട് ബാഗ് കൊടുത്തോണ്ട് പോകുന്നു. फालतू में झगड़ा कर ओ छोड़ दिया उसने आप बैग। उसने बड़ी बोलते हैं ഇരി വരുന്നതിന് മുമ്പേ ഒന്ന് പെട്ടെന്ന് वो खोल लिया। देखा वही बोर्ड हाँ वही है वो। उसमें लिखा भी इंस्क्रिप्शन ना, जब टीपू सुल्तान को हराया था शाहजहां ने, उसके बारे में लिखा भी। आ गया ഞാൻ ചായ കുടിച്ചിട്ട് വരാം. സാറിന്റെ ബാഗ് മറന്നു പോയത്. समझ तो गया वो कि उन्होंने जरूर छेड़ा नहीं समझा नहीं हो। नहीं ऐसे कर रहा ड्रामा समझ तो गया होगा कि उन्होंने मेरे बैग देखा होगा जरूर നീ എന്താ പറഞ്ഞാ ബ്രേക്കപ്പ് ആയപ്പോ എന്റെ കിളി പോയെന്നല്ലേ? എന്തേ ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? ऐसा तो नहीं फोटो खींचने के लिए नहीं उसे कुछ चेंज तो नहीं कर दे, वो चेंज भी तो कर सकता है चीजों को। ഇതിലെന്താ എഴുതിയിട്ടുണ്ട്? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബോർഡ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാവാൻ തോന്നല്ലേ? കന്നഡ എന്തോ എന്താണ്? ഇല്ല 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 പറ്റില്ല പറ്റില്ല പറ്റില്ല. ഞാൻ लड़की है वो लड़की। अच्छा उस लड़की से पूछेगा हाँ എന്റെ പൊന്നു ചെയ്തനെ നിനക്ക് ഇങ്ങനത്തെ ഒരു കഴിവില്ലാണ്ട് പോയല്ലോടാ. ചുമ്മാ വായി നോക്കാൻ മാത്രം അറിയാം. ഞാൻ നടുവെട്ടി കിടക്കുന്നവനാ. അവനാ ഡാൻസ് ചെയ്യാൻ പോകും. അവന്റെ കാര്യം പറയാനാണെങ്കിൽ നിന്റെ അടുത്ത് വരണ്ട അപ്പൊ. അശോ അത് ഭയങ്കര കഷ്ടായി പോയല്ലോ. പക്ഷെ ഞാൻ വേറൊരു കാര്യം ഇതെന്തോ തുളുവാണെന്ന് തോന്നുന്നു. ആ തുളുവാണല്ലേ? ചെറിയൊരു സംശയം ഉണ്ടായിരുന്നേ. അതാണപ്പോ. ആ ലിജോ അല്ല ഇവനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന്. ഇതൊക്കെ നിന്നോട് സംസാരിക്കാനുള്ള പുതിയ എക്സ്ക്യൂസാ. वही तो। सही बात है, गूगल मैप से नहीं कर सकता था वो ट्रांसलेशन, वही उसके पास जा रखा। उनके दिमाग में वो चीज आई नहीं നിന്റെ കുടുംബം മൊത്തം എങ്ങനെയാണ്? എന്തായി? ഈ അക്ഷരങ്ങൾ തേഞ്ഞല്ല തുളുവിന് സ്ക്രിപ്റ്റ് ഇല്ലടാ. എന്തൊക്കെ പറഞ്ഞാലും പതിൽ തന്നെയല്ലേ? എടാ എനിക്ക് 2 ദിവസം താ, ഞാൻ സെറ്റ് ചെയ്ത് തരാം. വിശ്വസിക്കും ബ്രോ, ഞാൻ സെറ്റ്. उसने पूरी रिसर्च कर ली। പിടി ओ आ गया वापस। ഇതൊക്കെ എന്ത്? 2 ദിവസം പറഞ്ഞിട്ട് 2 ആഴ്ച. सही में समझोगे എടാ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടേ ഈ കുത്തി കുറിച്ച് വെച്ചേക്കണില്ലേ ഒരു ഗെയിം കളിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ वो पीछे हाँ को हो लड़ भी रहा है सकता है। പഴക്കെങ്കിലും ഉണ്ടാവും. എടാ പക്ഷേ ഈ ലുഡോ ഒരു പുതിയ ഗെയിം ഒന്നുമല്ല. പച്ചീസ് എന്ന് പറഞ്ഞ ഗെയിമിന്റെ പുതിയ വെർഷനാണ് ലുഡോ. ശകുനിയൊക്കെ മഹാഭാരതത്തിൽ കളിച്ചത് ഇതിന്റെ ഒരു വാദമല്ല വാദ് ബെറ്റ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ബെറ്റ് വെക്കുന്നത് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. ആരും ആ വസ്തുവിനെ ബെറ്റ് വെക്കണം. ഓ അങ്ങനെ മനസ്സിലായ? ഇല്ല. എടാ മണ്ട ഞാൻ പറയുന്ന എടാ ഇപ്പൊ നടക്കുന്ന ഈ കളിയില് രഞ്ജിത്ത് സാറ് ബെറ്റ് വെച്ചിട്ടുള്ളത് अच्छा अच्छा बैट लगाता है वो। ഇന്ന് ആരുടെ കരി വെട്ടി കഴിഞ്ഞാലും അയാളുടെ ബോഡി കൺട്രോൾ എനി ടൈം രഞ്ജിത്ത് സാറിന് കിട്ടും. വളരെ ഈസി ആയിട്ട്. അപ്പൊ അങ്ങനെയാണ് രണ്ടാമതൊരു പ്ലെയർ ഇല്ലെങ്കിൽ അയാളുടെ രക്തമോ മുന്നിലോ അയാൾക്ക് വേണ്ടി ആർക്കും വേണേ കളിക്കാം. तो ये तो लिया था उसने ब्लड അല്ല രഞ്ജിത്ത് സാറിന് മാതിരി ബ്ലാക്ക് മാജിക് പരിപാടി നമ്മൾ നാട്ടുകാരോടൊന്ന് പറ. ശരിക്കും ആൾക്കാർ പിന്നെ അങ്ങനെ ഈ ഫ്രോഡ് പരിപാടി കണ്ടോണ്ട് നമ്മൾ ചുമ്മാ ഇരിക്കാൻ. സൂപ്പർ ഹീറോ മൂവീസും കോമിക്സും ഒക്കെ കണ്ടിട്ട് ത്രില്ലടിച്ചിരുന്നല്ലേ? ആദ്യമായിട്ടല്ലേ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നത്? എടുത്ത് തലേ വെച്ചാലാ അതിന് ഇയാൾ ആൾക്കാരെ അങ്ങനെ കൺട്രോൾ ചെയ്യും. എന്തോ അവരുടെ അത്ര കഴിവൊന്നും ലേക്കുന്ന എനിക്ക് തോന്നുന്നു. നിനക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞുതരാം. അങ്ങനെ ജോക്കറാണെങ്കിൽ നമ്മൾ മിനിമം ഒരു ബാറ്റ്മാനെങ്കിലും ആവണ്ടേ?
നമ്മളിത് ഇവിടെ നിർത്തി കഴിഞ്ഞാ രഞ്ജിത്ത് സാർ ഇതേ പരിപാടി പിന്നെയും തുടരും. എന്തായാലും നമ്മൾ തുടങ്ങി, ഇനിയിപ്പോ തീർക്കാം. अब पैक बदलेगा ടീഷർട്ട് കഴിയാണ്ടൊന്ന് സ്പീഡിൽ പോടാ. ले भी लिया उन्होंने बैग. മൊമെന്റ് വരെ നമുക്ക് സമയമുള്ളൂ. അതിനകത്ത് നീ സാധനം ജില്ല നടത്തിയിരിക്കണം. ഓക്കെ? ആരില്ലല്ലോ. എടാ വേഗം വിട്ടു. कैसे करेंगे? ഹലോ ഗുഡ് മോർണിംഗ്. നൈസ് ഡേ. चले गए. അപ്പൊ നമ്മള് തുടങ്ങുമല്ലേ? ഇന്നത്തെ പരിപാടി എന്താണെന്നറിയാലോ എല്ലാവർക്കും. वही मुझे तो. पता ही नहीं क्या करना बंद. ഈ കാർത്തിക തിരുനാൾ കോളേജ് വളരെ വെൽ എക്യുപ്ഡ് ആയ അൾട്രാ മോഡേൺ ടെക്നോളജി ഉള്ള उसने वाक्य कर अरे अरे, कहाँ का कर दिया उसने? क्या करके सब अब वहाँ का करेगा. हम सबका करेगा कॉलेज में, एक एक करके. ओ सारे कॉलेज की बत्ती गुल. അതെ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിനക്ക്? ഇത്ര വിളിച്ചതില്ല. നാട്ടുകാർ ഇരുട്ട് വേണം. കുട്ടിയല്ല. क्या करा उसने? कुछ निकाला उसने. സാർ വന്നാ സ്വിച്ച് ഇട്ട കറണ്ട് ബാക്കി ओ വെച്ചിട്ടാണ് നടന്നത്. उसकी शर्ट. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എടാ ഇത് 5 മിനിറ്റിൽ ശരിയാവും, അല്ലെങ്കിൽ അടുത്ത സെമസ്റ്റർ. ले ये बैग. निकाल दिया उसे, भाग गया. ओहो. സ്മൂത്ത് അല്ലേ? പൊക്കിയില്ലല്ലോ. സാധനം സൂപ്പർമാൻ തന്നെ വേണ്ടി വന്ന്. അയ്യടാ, കറണ്ട് കളഞ്ഞ് ഇട്ടാക്കി തന്നാ ബാറ്റ്മാൻ. कुछ गड़बड़ ना कर दिया. നമ്മുടെ പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ തൂക്കൂലേ? ആ തൂക്കും. दिमाग में. ओ അല്ല ഇല്ലെങ്കിൽ സാരല്ല, നീയൊക്കെ